പൃഥ്വിരാജ് ഒരു പ്യോർ കാർ ലവർ ആണെന്ന് വേണേൽ പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ 36ാമത്തെ മാരുതി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തത്, ഡ്രൈവിംഗ് പഠിച്ചെന്നുള്ളൊരു കാര്യം. അവർ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് എല്ലാ സൺഡേയിലും പൃഥ്വിരാജിനെയും ഇന്ദിരത്തിനെയും അമ്മയും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബീച്ചിലേക്ക് ഡ്രൈവിന് പോകും. അന്ന് ഇവരുടെ ഉണ്ടായിരുന്ന വണ്ടി മെഴ്സിഡീസിൻ്റെ W122 എന്ന് പറയുന്ന മോഡൽ, മറ്റേ അങ്ങനെ നീളമുള്ളൊരു മോഡലല്ലേ. അപ്പം ഇതിൽ ഡ്രൈവിന് പോകുന്ന സമയത്ത് അച്ഛൻ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജ് 2 കൈയും ആ പഴയ സ്റ്റിയറിംഗ് ആണല്ലോ മെഴ്സിഡീസിൻ്റെ പഴയത്, ബെൻസിനുള്ളത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെക്കും. അപ്പോൾ പൃഥ്വിരാജിൻ്റെ മനസ്സിലുള്ളൊരു തോന്നൽ എന്താ വെച്ചാൽ അദ്ദേഹമാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് എന്നുള്ളൊരു തോന്നല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫയർ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിയെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. വളരെ അടുത്ത് തന്നെ ഒരു സ്കോട്ട്ലൻഡ് ട്രിപ്പ് സുപ്രിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2200 മൈലോളമാണ് ഇവർ സഞ്ചരിച്ചത്. അന്ന് ഇദ്ദേഹം ഒരു ഫെറാറി എടുത്തിട്ടാണ് പോയത്. ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോളറൊക്കെ ഓഫ് ചെയ്തിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത സമയത്ത് സുപ്രിയ പറഞ്ഞു, ഞാൻ ഇനി ഇതിൽ വരൂല, നിങ്ങൾ വേണേൽ എന്നെ ഇറക്കി വിട്ടോളൂ. അങ്ങനെ പൃഥ്വിരാജ് ഫെറാറി മാറ്റി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന് കൊടുത്ത് ഹുണ്ടായിൽ സഞ്ചരിച്ചെന്നുള്ളൊരു വിവരം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണേലും നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പല സിനിമയിലും കാണാം. അത് ഒരു പ്യോർ എന്താ പറയുന്നത് കാർ ലവറാണ്. FM